പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും സമ്പന്നമായൊരു സ്ഥലമാണ് തമിഴ്നാട് കമ്പത്തെ എല്ലപ്പെട്ടി. ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടുത്തെ കല്ലണയിൽ കുളിക്കാൻ എത്തുന്നത്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള തല തകർക്കപ്പെട്ട ബുദ്ധ പ്രതിമയും കാലത്തിൻ്റെ ശേഷിപ്പായി ഇവിടെയുണ്ട്. എല്ലപ്പെട്ടി ഹെക്ടർ കണക്കിന് തമിഴ് കൃഷിയിടങ്ങളുടെ ജീവനാഡിയായ സുരുളിയാറിൻ്റെ തീരത്തെ ഒരു കൊച്ചു കാർഷിക ഗ്രാമം. വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും ബുദ്ധമതം വേരൂന്നിയിരുന്നു. ഹിന്ദുമതത്തിൻ്റെ ശക്തിപ്പെടലോടെ എല്ലപ്പെട്ടിയിലെ ബുദ്ധവിഹാരം തകർക്കപ്പെട്ടു. തല വെട്ടിമാറ്റിയ ബുദ്ധശില്പത്തെ തലൈവെട്ടി മുനിയപ്പൻ എന്ന പേരിൽ ഹിന്ദുമത ആചാരപ്രകാരം ആരാധിക്കാനും തുടങ്ങി. ഇതാണ് എല്ലപ്പെട്ടിയുടെ ചരിത്രം. എന്നാൽ ഇന്ന് കേരളത്തിൽ മഴയെത്തിയെങ്കിലും ഇപ്പോഴും കൊടും വേനലിൽ ഉരുകിയൊലിക്കുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലക്കാർ കുടുംബത്തോടെ ഒന്ന് കൂളാകാനെത്തുന്ന ഇടമായി എല്ലപ്പെട്ടി മാറി. കല്ലണയുടെ ചുമരുകളിലൊന്നിൽ മുല്ലപ്പെരിയാർ ശില്പി ജോൺ പെന്നിക്യുക്കിൻ്റെ ചിത്രവും മറ്റൊന്നിൽ തിരുവള്ളുവരിൻ്റെ തിരുക്കുറലും വരച്ചിട്ടിട്ടുണ്ട്. ഇത് നമ്മൂര് തേനി மாவட்டத்தில் இருக்கிற எல்லப்பட்டி ஆறு. இதான் கொஞ்சம் இப்போ முதல்கெல்லாம் அவ்வளோவா ஃபேமஸ்லாம் இல்லை. இப்போ தான் அந்த இன்ஸ்டாகிராம் இந்த ஃபேஸ்புக் வந்துச்சுல அதில் கொஞ்சம் ஃபேமஸ் ஆகி போச்சு. நம்ம ஏரா இவ்வளோ பேர் வந்திருக்காங்க. எல்லாமே நம்ம லோக்கல்காரங்களாம் இல்லை, எல்லாமே வெளியூர்காரங்க, டூரிஸ்டும். உங்களை பேர் வந்து கேரளாக்காரங்க, தமிழ்நாடுக்காரங்க எல்லாமே அனுசரித்து வந்து பார்த்தோம். எல்லாம் பக்கா சேஃப்டி தான். ஆனால் பார்த்து இந்த பாசம் இருக்கும், கொஞ்சம் பார்த்து அனுசரித்து நடந்து போகணும். ஆனால் நல்லா குவாலிட்டியான இடம், நல்லா வந்து என்ஜாய் பண்ணலாம். ஆமாம், எப்போ மழை வந்தாலும் சரி வெயில் அடித்தாலும் சரி எப்பயுமே நம்ம இந்த ஊரில் தண்ணி இருந்துகிட்டே இருக்கும். ചരിത്ര സമ്പന്നമായ ഒരു ഭൂതകാലം എല്ലപ്പെട്ടിക്കുണ്ടെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയെപ്പറ്റി മാത്രമാണ്. കേരളത്തിൻ്റെ അതിർത്തി പട്ടണമായ കുമളിയിൽ നിന്ന് 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എല്ലപ്പെട്ടിയിലെത്താം. കമ്പത്തെ പാളയത്തിന് സമീപമാണ് ഈ സ്ഥലം. കൈരളി ന്യൂസ്, ഇടുക്കി.